സാധിക്കും. വെല്ലുവിളികൾ മറികടന്ന് ഈ ടാസ്കിൽ വിജയിച്ച അശ്വിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 4 ആദ്യത്തെ ക്യാപ്റ്റൻ. ഞാൻ എന്താണെന്നുള്ളത് അയ്യോ ലാലേട്ടൻ ഒരുപാട് വലിയ മാജിക്കുകൾ കാണിച്ചാൽ ഓക്കെ. പിന്നെന്താ കൈയടിക്കാത്ത കളി അടിപൊളി. അപ്പൊ പൂമ്പുരയുടെ ഭാഗത്ത് ഒരു അടിപൊളി ഓഡിയൻസ് ഇപ്പൊ നല്ല KSRTC നിറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം. സോ വീണ്ടും പറയണം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഒരുപാട് കുഞ്ഞുമക്കളുടെ പെർഫോം ചെയ്യാൻ ചോദിച്ചായിരുന്നു. എനിക്ക് വലിയ ഒരുപാട് ഇപ്പൊ 5000 വേദികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്യൂസിലായിരുന്നു ആ ഷോ. ഇത്രയും ഷോസ് ചെയ്തപ്പോൾ ഇന്ത്യക്കകത്ത് 8 രാജ്യങ്ങളിൽ പെർഫോം ചെയ്തു. പക്ഷെ ഇപ്പോഴും ഏറ്റവും ഇഷ്ടം സ്കൂളുകളിൽ പെർഫോം ചെയ്യാനാണ്. അവരുടെ സപ്പോർട്ട്, അവരുടെ സ്നേഹം, അവരുടെ ലവ്, പ്യുവർ ലവ് ആണ്. അപ്പൊ എന്റെ എല്ലാ കുഞ്ഞുമക്കളുടെ ഹൃദയത്തിലുള്ള അപ്പൊ സെറ്റല്ലേ എനിക്കറിയാം. വീണ്ടും പറയാൻ വലിയൊരു മാജിക് ഷോ പ്രതീക്ഷിക്കരുത്. കുറച്ച് കുഞ്ഞു മാജിക്കാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോ ഇവിടെ ചേട്ടനെ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഞാൻ ഇവിടെ പെർഫോം ചെയ്ത് നിങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഭയങ്കര ബോറിംഗ് പരിപാടിയാണ്. നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്ത് പോവാം. നമുക്ക് നല്ലൊരു കൈയ്യായിട്ട് മൂത്തുകളാണ്. ഈ ഒരു കാര്യം പറയാൻ വെച്ചാലേ കൈയ്യടിക്കുന്നതിനെക്കാട്ടും ഇഷ്ടം മലയാളികളുടെ മുന്നിൽ പെർഫോം ചെയ്യുമ്പോൾ കൂവാനാണ് മലയാളിക്ക് ഏറ്റവും ഇഷ്ടമല്ലേ? അപ്പൊ നല്ലൊരു കൂവുണ്ട്. ഇനി കൈയ്യടിച്ചൊരു കൂവാനാണോ? You take a word of excitement, enjoyment, and entertainment. But the music of second music, please. Ready? Yes. The music and watch the music and
Watch it. ഇവിടെ ഞാൻ എത്ര ഓഡിയൻസ് കണ്ടാലും ഇപ്പൊ ഒരുപാട് ഓഡിയൻസ് എടുക്കും. ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളുണ്ടാവും ഓഡിയൻസിലെ എന്റെ കണ്ണിൽ ചിലപ്പോ പെട്ടെന്ന് അവിടേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഒരാളുണ്ടായിരുന്നല്ലോ, ഇവിടെ അങ്ങനെ വിളിച്ചതാണ്. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കാണുന്ന ഒരാളുണ്ട്. ആ ആള് ഒരു ക്ലൂ തരാം, നിങ്ങളാണോ? ഓക്കെ, നിങ്ങളായിരിക്കാം. പക്ഷെ വേറൊരാളെ കണ്ടായിരുന്നു. റെഡ് ബ്ലൗസ് ഇട്ട് ദേ അവിടെ ഇരിക്കുന്ന ആ ആന്റിയാണ്. ആന്റി ബാക്കിലുള്ള ആന്റി തന്നെയാണ്. താങ്ക് യു സോ മച്ച്. കാരണം അമ്മമാരുടെ ഒരുപാട് എൻജോയ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ആന്റി, താങ്ക് യു സോ മച്ച്. ആ പുള്ളികൾ ഒരുപാട് എൻജോയ് ചെയ്യുന്നതാണ്, അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് മാച്ചിലേക്ക് പോവാം. 2021 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ സെലക്ഷൻ ആവുന്നത്. ആ സമയത്ത് 1 മിനിറ്റ് 18 മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് അതിന് മാജിക് കൊണ്ട് ഇത്രയും നാളെ മാജിക് പഠിച്ചിട്ട് ഏറ്റവും ഡിഫിക്കൽട്ടുള്ള ഒരു മാജിക് ആയിരുന്നു ദ മാജിക് ഓഫ് ഫ്രിക്ഷൻ. Ready? Yes, bro, the music please. Ready or not? Yes. With the rings please and music please. Are you ready?
ഇനി ഒരു മാജിക് പഠിച്ചാലോ? എത്ര പേർക്ക് മാജിക് പഠിക്കണം? ഇത്രയും പേർക്ക് മാജിക് പഠിക്കണം. ഓക്കെ, മാജിക് പഠിക്കാൻ പ്രധാനപ്പെട്ട 3 കൈ തട്ടോ. മാജിക് പഠിക്കാൻ പ്രധാനപ്പെട്ട 3 വഴികളുണ്ട്. The first one is very important. That is practice. You have to practice. And second one is more important one. That is practice. And third one is most important. That's also practice. Perfect. അപ്പോൾ പ്രാക്ടീസ് പഠിക്കാൻ റെഡിയാണെങ്കിൽ ഒരു മാജിക് പഠിച്ചാൽ അവിടെ. പക്ഷെ രഹസ്യം പുറത്താരോടും പറയരുത്. ഓക്കെ, അറിയാം. അപ്പൊ ഏതൊരു മാജിക് പഠിക്കുന്നതിന് മുമ്പായിട്ടും ആ മാജിക്കിന്റെ പ്രസന്റേഷൻ പഠിക്കാം. ആദ്യം ആ മാജിക്കിന്റെ പ്രസന്റേഷൻ, രണ്ടാമത് മാത്രം രഹസ്യം പറയരുത്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അതായത് ഞാൻ ആദ്യം മാജിക്കിന്റെ പ്രസന്റേഷൻ കാണിക്കാം, രണ്ടാമത് മാത്രം രഹസ്യം പറഞ്ഞു തരത്തുള്ളൂ. ഓക്കെ ആണോ? അപ്പൊ പഠിക്കാൻ റെഡിയല്ലേ? നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, വീട്ടിൽ പോയിട്ട് കാർഡ് ബോർഡ് വെട്ടിരിക്കണം. ഓക്കെ, ആ കാർഡ് ബോർഡ് എങ്ങനത്തെ കാർഡ് ബോർഡ് വെച്ചാൽ ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ ശരിയാക്കി തരാം. ഇതുപോലെ ഒരു കാർഡ് വിട്ടിരിക്കണം. ഈ കാർഡ് ബോർഡ് ഒരു ഭാഗത്തിന് എത്ര ഡയമണ്ട്സ് ഉണ്ട്? ഇതിന്റെ പുറകെ വെച്ച ഒന്നല്ല ഉള്ള മറിച്ച് 4 നമ്മൾ പരിചയപ്പെടുന്നത്. ഇതുപോലെ 1 2 3 4 എത്രയുണ്ട പുറകിലോ? ഈ മാജിക്കിന്റെ മന്ത്രം വളരെ സിമ്പിൾ ആണ്. ഹേ ഡയമണ്ട്സ് ഫോർ ചേഞ്ച് ആണ്. ഞാനല്ല മാജിക്കിന്റെ മന്ത്രത്തിൽ, നമുക്ക് ഒരുമിച്ച് മാജിക്കിന്റെ മന്ത്രത്തില ഹേ ഡയമണ്ട്സ് ഫോർ ചേഞ്ച്. സ്ഥലം കഴിക്കാൻ തരട്ടെ എല്ലാവർക്കും. ഒന്ന് ഉറക്കെ പറഞ്ഞ ഹേ ഡയമണ്ട്സ് ഫോർ ചേഞ്ച്. പുറകെ എത്രയുണ്ട്? മാജിക്കിന്റെ മന്ത്രത്തിൽ കഴിഞ്ഞ് 1 നടത്തിയത് 1 2 3 വരുന്നതായിട്ട് കാണാൻ സാധിക്കും. സിമ്പിൾ മാജിക്. ഒന്നുകൂടെ മാജിക്കിന്റെ മന്ത്രത്തില ഹേ ഡയമണ്ട്സ് ഫോർ ചേഞ്ച്. പുറകിൽ എത്രയുണ്ട്? 4. മാജിക്കിന്റെ മന്ത്രത്തിൽ കഴിഞ്ഞ് 4 1 2 3 4 5 6 കാണാം. ഇറ്റ്സ് വെരി സിമ്പിൾ മാജിക്. അവിടെ ഇതിന് പയ്യൻ പറഞ്ഞ ഉണ്ടായിക്കൊണ്ട് വീട്ടിൽ പോടാന്നാണോ? അല്ല, ഇത് സിമ്പിൾ മാജിക്കിന്റെ രഹസ്യം പഠിച്ച എത്ര പേരുണ്ടോ? വളരെ സിമ്പിൾ. അച്ഛന്മാരൊക്കെ പള്ളിയൊക്കെ പറ്റിക്കാൻ പോകട്ടെ പിള്ളേരെ. അതേപോലെ നിങ്ങൾ ചേട്ടാ വീട്ടിൽ പോയിട്ട് കാർഡ് ബോർഡ് വെട്ടിയെടുക്കാം. അതിന്റെ ഒരു ഭാഗത്തിന്റെ 2 ഡയമണ്ട് ഫോട്ടോ വെട്ടിയെടുക്കാം. എനിക്ക് ഒരെണ്ണം കൈ കൊണ്ട് മറച്ച് പിടിച്ചിട്ട് വേണം. ഇവിടെ എത്രയാണെന്ന് പറയണം? 1 നമ്പർ 1 ആണുള്ളത്. അത് 2 എണ്ണം ഉണ്ട്. അവിടെ കൈകൾ കൊത്തി പിടിക്കാം. ശേഷം പുറകാശാല 1 2 3 4 ദിവസം 4 ആണുള്ളത്. 5 എണ്ണം ഉടനെ കൈ കൊണ്ട് മറച്ച് പിടിച്ചാൽ വളരെ സിമ്പിൾ ആണ്. വീണ്ടും തിരിക്കുന്നത് 1 2 3 ദിവസം 3 ഉണ്ടോ? ഇല്ല, ഇവിടെ നമ്മളെ ഇവിടെ കാണുന്ന വേറെ തോന്നൽ മാത്രമേ 2 ഉള്ളൂ. വീണ്ടും തിരിക്കുക 1 2 3 4 5 6 ദിവസം 6 ഉണ്ടോ? ഇല്ല, ഇവിടെ നമ്മളെ ഇവിടെ കാണുന്ന വേറെ തോന്നൽ മാത്രമാണ്. മനസ്സിലാവാത്തതിന് ഒന്നുകൂടെ പറയാം. അതായത് ഇങ്ങനെ തിരിച്ചിട്ട് 1 2 3 ദിവസം 3 ഉണ്ടോ? ഇല്ലല്ലേ. പക്ഷെ ഇവിടെ ജീവിക്കണമെങ്കിൽ 3 മുறை 3 തന്നെയാണ് കേട്ടോ. അതായത് വീട്ടിൽ കിട്ടിയതിൽ 1 2 3 4 5 6 ദിവസം 6 ഉണ്ടോ? ഇല്ല, ജീവിക്കാൻ വേണ്ടി ഇന്നലെ പാടും. അല്ലെ 6 പറഞ്ഞ 6 തന്നെയാണ്. അതായത് ഒരു വശത്ത് 3 മറുവശത്ത് 6 കൊണ്ട് നമുക്ക് മാജിക് ചെയ്യാൻ സാധിക്കുമല്ലോ സാറിനോ? ഒരു വശത്ത് 3 മറുവശത്ത് 6 എല്ലാം നിറയെ മാത്രം മാജിക്കാൻ സാധിക്കുള്ളൂ. സോ മൈ ഡിയർ ചിൽഡ്രൻസ്, അത് പഠിപ്പിച്ചത് പഠിക്കാം. അടുത്ത ഓട്ടോമാറ്റിക് എടുത്തോളൂ. താങ്ക് യു സോ മച്ച്. കൈയടിക്കാനൊന്നും വയ്യല്ലേ? സോ താങ്ക് യു സോ മച്ച്. എന്നിട്ട് അടുത്ത മാജിക്കിലേക്ക് കിടക്കാണ്. കഴിഞ്ഞ കേട്ടോ മഴവിൽ നഗരത്തിലെ കിടിലം എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. നിങ്ങൾ ഇതിന് മുൻപ് ഒരു വിഷ്വൽ കണ്ടിട്ടുണ്ടായിരിക്കും. അത് കിടിലം എന്ന പരിപാടി ചെയ്തതാണ്. ഞാൻ കിടിലത്തിൽ 2 തവണ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ആദ്യ തവണ പങ്കെടുത്ത സമയത്ത് ഇടി അടിച്ചിട്ട് 25,000 വീട്ടിൽ പറഞ്ഞ് മുകേഷ് എന്നെ പറഞ്ഞ പോലെ അടുത്ത എന്തെങ്കിലും ഇന്ന് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ലൈഫിലോട് നെവർ ഗീവ് അപ്പ് പറഞ്ഞ വ്യക്തിയാണ്. 1 ലക്ഷം രൂപ കരസ്ഥമയം കിടിലം പഠിക്കണം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഒരു ട്രിപ്പ് നടത്തി, ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി. ആ സമയത്ത് രാജസ്ഥാനിലാണ് ഏറ്റവും അധികം മുസ്ലിം മജീഷ്യൻസ് ഉള്ളത്. അന്ന് അവിടെ വെച്ച് മാജിക് അവിടെ പഠിച്ച മാജിക്കിലേക്ക് ആ പെർഫോമൻസിലേക്ക് മാജിക് ഓഫ് ഫ്ലോട്ടിംഗ്. ഇവിടെ കളർ ലൈറ്റ് കളർ ലൈറ്റ് അല്ലേ?
സോ താങ്ക് യു വെരി മച്ച്. ഇഷ്ടപ്പെടുന്നുണ്ടോ? യെസ്. ഏതായാലും നെക്സ്റ്റ് ബാച്ചിലേക്ക് കിടക്കാണ്. എല്ലാവർക്കും ലൈഫിൽ പറന്ന് നടക്കാൻ ഇഷ്ടമാണ് അല്ലേ? എന്തിനാണ് പല രീതിയിൽ പറന്ന് നടക്കാൻ ഇഷ്ടമാണ് അല്ലേ? ചാടി മോടി കൂടി ഇങ്ങനെ പല രീതിയിൽ പറന്ന് നടക്കാൻ ഇഷ്ടമാണ്. അടുത്ത മാച്ചിക്ക ഒന്ന് പറന്ന് നടക്കുന്നതിന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത മാച്ചിലേക്ക് പോട്ടെ. ആ ലൈറ്റ് ഒന്നുകൂടെ ഉണ്ടാവും ബ്രോ. ആ ലൈറ്റ് ഇത് കിട്ടിയോ? റെഡി? യെസ്. റെഡി? യെസ്. ദ മ്യൂസിക് റെഡി? ദ മ്യൂസിക് ഓഫ് സ്റ്റാൻഡിംഗ് പ്ലീസ്. ഒരുപാട് സന്തോഷം. സമയം ഒരുപാട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇത്രയും നേരം ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ഇന്നത്തെ സ്റ്റാർ ഞാനല്ല, ഇവിടെ ഒരുപാട് കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവരുടെ ഒരുപാട് പെർഫോമൻസ് വെയിറ്റ് ചെയ്യാണ്. സോ അപ്പൊ ഇത്രയും ചുരുക്കി ഷോ വൈകിപ്പിക്കുകയാണ്. അപ്പോൾ ഷോ ഇഷ്ടപ്പെട്ടാണോ ചോദിച്ചത്? പ്രത്യേകിച്ച് ആദ്യം കഴിഞ്ഞിരിക്കണം. ആദ്യം അതിന് കഴിഞ്ഞിട്ട് ഞാൻ പോവാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും നേരം വീണ്ടും ഒന്നുകൂടെ താങ്ക് യു സോ മച്ച്. ഈ സ്കൂളിലേക്ക് വിളിച്ചതിന് സ്പെഷ്യൽ താങ്ക്സ്. എന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ താങ്ക് യു സോ മച്ച്. സോ അപ്പോൾ എല്ലാവർക്കും സമ്മാനങ്ങളുടെ സെക്ഷൻ ആയിട്ട് സമ്മാനം വാങ്ങാൻ റെഡിയാണോ? നിങ്ങൾ എന്ത് വിചാരിച്ചാലും നിങ്ങളുടെ റൈറ്റ് ഹാൻഡിന്റെ മാജിക്കാണ്. എന്ത് വേണമെങ്കിലും വിചാരിക്കാം. സ്വർണ്ണ മൊബൈൽ ഫോൺ ആരും വിചാരിക്കരുത്. രണ്ട് ഓഫീസിലാണ്. ചോക്ലേറ്റ് വേണോ? ചോക്ലേറ്റ് ഫ്ലവർ കിറ്റ്കാറ്റ് ലഞ്ച് ഡയറി മിൽക്ക്. ഇതൊന്നും വിചാരിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ എക്ലേഴ്സ് പോലെ വിചാരിച്ചാൽ മതി. അല്ലേ? അഞ്ച് ചെറിയ ചെറിയ എക്ലേഴ്സ് പോലെ വിചാരിക്കും. നിങ്ങൾ വലത് കൈ റൈറ്റ് ഹാൻഡ് മൂഡ് നെട്ടിപ്പിടിച്ച വലത് കൈ. ഇനി നമ്പർ 1 എന്ന് പറയുമ്പോൾ ഒന്നത്തെ ചെറുത് ക്ലോസ് ചെയ്യണം. നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 and നമ്പർ 5. എന്തൊരു നിശബ്ദത! ഇതാണ് നമ്മുടെ മലയാളികളുടെ പ്രത്യേകത. എന്ത് ഫ്രീ ആയിട്ട് പറഞ്ഞത് ഓടിപ്പോയിരുന്നു. നിങ്ങളുടെ ഭാരതിക ഇന്ത്യ പ്രസിഡന്റ് കണ്ടിരിക്കുക. ഷോൾഡറിന് നേരെ കൈപ്പത്തി മുന്നിലേക്ക് വന്നിട്ട് പിടിക്കുക. ഡു ലൈക്ക് ദിസ്.
വെരി ഗുഡ്. ആരും കണ്ണടച്ച് കൈ മുറിയെ പിടിക്കരുത്. കൈക്കുള്ള ചോക്ലേറ്റ് നൽകിയിട്ട് അത്യാവശ്യമാണ്. ഇനി നമ്പർ 1 എന്ന് പറയുന്നത് ചെറുത് അപ്പോഴേ നമ്പർ 1, നമ്പർ 2, 3, 4 and 5. ഇതാണ് മാജിക്കിന്റെ ക്ലൈമാക്സ്. വലത് കൈ ലെഫ്റ്റ് ഓർ റൈറ്റ് സ്പീഡിന് പാസ് ചെയ്യുക. വലത് കൈ ലെഫ്റ്റ് ഓർ റൈറ്റിലേക്ക് സ്പീഡിന് പാസ് ചെയ്യുക. സ്പീഡ് അപ്പൊ എല്ലാവരും നല്ലൊരു മാജിക്കൽ ഡാൻസ് വരുന്നു. എക്സ്പ്രഷൻ with lots of love, Bundura. Thank you so much, Bundura. I really love you. I will love peace out. Thank you so much. Thank you very much for your performance. നമുക്കിനി നമ്മുടെ കുഞ്ഞുങ്ങളുടെ 3 പ്രോഗ്രാംസുകൾ ഉണ്ടാകും. കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി പ്രാക്ടീസ് ചെയ്ത് ഉറക്കം കളഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഇതുവരെ സപ്പോർട്ടുള്ള പോലെ കുഞ്ഞുങ്ങളുടെ ഡാൻസിലേക്ക് ഉണ്ടായിരിക്കണം. ഒരിക്കൽ കൂടി നമ്മുടെ മാനേജ്മെന്റിന്റെ പേരിലും വ്യക്തിപരമായ പേരിലും അശ്വിന നമ്മുടെ ഓരോരുത്തരുടെ പേരിലും വലിയ ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മൾ അറിയിച്ചു പോകുന്നു. സ്റ്റേജിലേക്കുള്ള ലൈറ്റും ഓഫ് ചെയ്യുക. താങ്ക് യു എവരിവൺ. അടുത്തതായി നമ്മുടെ കുഞ്ഞുമക്കളുടെ ഓരോ കലാപരിപാടികളും ആരംഭിക്കുകയാണ്. ആരും പോകരുത്. എല്ലാവരും നമ്മുടെ കുഞ്ഞുമക്കളുടെ പരിപാടികൾ കണ്ട് ആസ്വദിക്കുക. കേരളത്തിലെ കോട്ടയം, തൃശൂർ ജില്ലകളിലെ സുറിയാനി ക്രിസ്ത്യാനി വിഭാഗത്തിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് മാർഗംകളി. കത്തിച്ചു വെച്ച നിലവിളക്കിന് ചുറ്റുമായി ഒരു സംഘം നർത്തകിമാർ നൃത്തം അവതരിപ്പിക്കുന്നു. ക്രിസ്ത്യാനി സ്ത്രീകളുടെ പാരമ്പര്യ വേഷമായ വെള്ളച്ചട്ടയും മുണ്ടും നേരിയതും അണിഞ്ഞ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നു LKG ഗേൾസ്. അടുത്ത പ്രോഗ്രാംസിനുള്ള കുട്ടികൾ റെഡിയായി നിൽക്കേണ്ടതാണ്. യുകെജിയിലെ മേഘം ഗണപതി ഡാൻസിനുള്ള കുട്ടികൾ എല്ലാവരും സ്റ്റേജിന്റെ പിൻവശം വന്ന് നിൽക്കുക. അത് കഴിഞ്ഞ് സ്കിറ്റിനുള്ള കുട്ടികൾ അവരുടെ പുറകിലായി നിൽക്കുക. ചേച്ചി വന്ന വെറുതെ പപ്പ കൊടുത്താളെ മേൽത്തോന്നും മേനിയും എടുത്തതെന്തും കൈയും നെയ്യും എന്നേക്കും വാഴവേ വാഴ വാഴ നമ്മുടെ പ്രതീക്ഷയെല്ലാം ഭൂമിവേ വഴികുറായി നാടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ അടിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു സുഖമാത്തുവൻ പത്തുടൻ പാടി
യെസ്. വളരെ രസകരമായ തമാശകളും ചിന്താ മനോഭാവവും ഉണർത്തുന്ന നല്ലൊരു സ്കിറ്റുമായി നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നു UKG സ്റ്റുഡന്റ്. അടുത്ത പ്രോഗ്രാമായ ഒപ്പനയ്ക്കുള്ള കുട്ടികളെ സ്റ്റേജിന്റെ പുറകുവശം സ്റ്റേജിന്റെ സൈഡിലേക്ക് കൊണ്ടുവരിക. UKGയിലെ കായലുണ്ട് ഡാൻസിനുള്ള ബോയ്സും സ്റ്റേജിന്റെ സൈഡിലേക്ക് വരിക. ഫാഷൻ മരത്തിന് ആക്ടോബോസ് 2020 സെപ്റ്റംബർ 14 മരം തഴച്ചു വളർന്നു. ഇതിലുള്ള രാമൻകുട്ടിക്ക് സന്തോഷം വന്നാലും ദുഃഖം വന്നാലും രാമൻകുട്ടിക്ക് മരത്തിനു ചുറ്റും ഡാൻസ് കളിക്കുക എന്നുള്ളത് രാമൻകുട്ടിയുടെ മാസ്റ്റർ പീസ് ആയിരുന്നു. ആ മാസ്റ്റർ പീസ് രാമൻകുട്ടി ഇവിടെ രാമൻകുട്ടി ദൈവത്തോടായി പ്രാർത്ഥിച്ചു. നിങ്ങൾ എനിക്ക് ആയുസ്സും ആരോഗ്യവും തരൂ, ഞാൻ മരങ്ങളെ സംരക്ഷിച്ചുകൊള്ളാം. കാരണം മരം ഒരു മരമാണ്. അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മാവിൽ നിന്നും വീണ തേങ്ങ രാമൻകുട്ടി മോങ്ങാതെ തിന്നു. അപ്പോഴാണ് രാമൻകുട്ടി മറ്റൊരു കണ്ടത്. രാഘവൻ മരം മുറിക്കൽ ഹോബിയാക്കിയ അതിലുപരി ജോലിയാക്കിയ രാഘവൻ മരങ്ങളുടെ ശത്രുവൻ. മരങ്ങൾ മുറിച്ച് ഫർണിച്ചർ പണിയുന്നത് തെറ്റൻ. അവനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. അവർ തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞു. സംസാരം മൂത്ത് വാക്കേണ്ടമായി. അത് പിന്നെ അടിയിൽ കലാശം. നല്ല മനസ്സിന് ഉടമയായ രാമൻകുട്ടി കപ്പിൽ കഴിയും വാരിക്കൂട്ടി. ഒടുവിൽ രാമൻകുട്ടി സർവ്വധൈര്യവും സംഭരിച്ച് രാഘവനോടായി അലറി. മനസ്സറിഞ്ഞ രാഘവൻ രാമൻകുട്ടിയെ അരികിൽ വിളിച്ചു. കൈവാക്കിന് കിട്ടിയ രാമൻകുട്ടിയെ രാഘവൻ ഒട്ടിറൊട്ടിയാക്കി മരത്തിലൊട്ടി. ഇന്നത്തെ പണി കഴിഞ്ഞ രാഘവൻ സംതൃപ്തിയോടെ വീട്ടിലേക്ക് മടങ്ങി. തനിക്ക് തല്ല് കിട്ടിയാലും മരത്തെ രക്ഷിക്കാൻ പറ്റിയ സന്തോഷത്താൽ രാമൻകുട്ടി മരത്തെ കെട്ടിപ്പിടിച്ച് പൊട്ടി പൊട്ടി കരഞ്ഞു. കാരണം മരം ഒരു വരമാണ്. കെട്ടിപ്പിടിക്കാൻ ഏറ്റുവാങ്ങിയ മരം നാണം കൊണ്ട് മരത്തെ രക്ഷിക്കാൻ ക്ഷീണത്തിൽ രാമൻകുട്ടി മരച്ചുവട്ടിലിരുന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പ്രകൃതി അതിന്റെ തനി താമസിച്ചു തുടങ്ങി. മഴയും കാറ്റും ഇടിയും വന്നു. അതോടൊപ്പം കോളം വന്നു. കോളെടുത്ത് രാമൻകുട്ടി പറഞ്ഞു. കോട്ടട്ടായി രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു. കാറ്റും മഴയും അതൊന്നും ചെവിക്കൊണ്ടില്ല. രാമൻകുട്ടിയുടെ മരം ആണി. രാമൻകുട്ടി ദൈവത്തോടായി പറഞ്ഞു. മരം ഒരു വരമാണ്. മരത്തെ ഒന്നും ചെയ്യണം. വരം കിട്ടിയതുപോലെ രാമൻകുട്ടി പോലെയായി. ഇനി മീൻ പിടിക്കാൻ കൊള്ളാം. അവസാനം സംഭവിക്കേണ്ടത് സംഭവിച്ചു. രാമൻകുട്ടിയാണെങ്കിലും മരം മുകളിലും. അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് രാമൻകുട്ടി ദൈവത്തോടായി ഇങ്ങനെ പറഞ്ഞു. നല്ലൊരു കാപ്പടി കൊടുക്കാം നമ്മുടെ കുഞ്ഞുമക്കൾക്ക്. താങ്ക് യു ഗൈസ്. മണവാട്ടികളുടെ ഒപ്പന നാം കണ്ടു കാണുമല്ലോ.
എന്നാൽ ഇതാ ഒരു കൂട്ടം ആൺകുട്ടികൾ മണവാളനെ കൂട്ടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. പ്ലീസ് വെൽക്കം ദ ഒപ്പന ടീം ഓൺ ദ സ്റ്റേജ്. നിശബ്ദത പാലിക്കേണ്ടതാണ്.
boys. ഇതിന്റെ വീഡിയോ എടുക്കണം ഷോട്ട് പിന്നെ ഇതിന്റെ ആണോ വിളിക്കണം വേറെ ഫോണില്ല നീ താ വേറെ ഷോട്ട് അടുത്ത പ്രോഗ്രാമായ LKG സ്റ്റുഡൻസ് സ്റ്റേജിന്റെ സൈഡിലേക്ക് വരിക. ഫാഷൻ ഷോയ്ക്ക് ഏതെങ്കിലും കുട്ടികൾ റെഡിയായിട്ടുണ്ടെങ്കിൽ അവരും സ്റ്റേജിന്റെ സൈഡിലേക്ക് വരേണ്ടതാണ്. മൂട് കൊള്ളണം നോക്ക് ഒരിക്കലും അറിഞ്ഞോ ഐസ് ഐസ് പിള്ള തട്ട് താഴെയാണ് ഫോൺ കയറി അതിപ്പോ പുതിയ അപ്ഡേഷനാണ് കോപ്പിറൈറ്റ് അങ്ങനെ അറിയണം നമ്മൾ തിരുനാളിന് ഇടുമ്പോഴും അങ്ങനെ കാണും നോക്കിക്കൊണ്ടിരിക്കണം പാട്ടൊക്കെ കോപ്പിറൈറ്റ് അതാണ് ബ്ലോക്ക് ചെയ്യണം എന്ന് പറഞ്ഞു പവർ ബാങ്ക് എടുത്ത് പരിപാടി
താങ്ക് യു ഗേൾസ്. ഹിന്ദി പാട്ടിന്റെ നൃത്ത ചുവടുകളുമായി നമുക്ക് മുന്നിലേക്ക് എത്തുന്നു LKG റോക്ക് സ്റ്റാർസ്. വെറുതെ എന്നാ വീഡിയോ എടുക്കണം. നീ ഇത് എടുക്കാൻ ഷോട്ട് എല്ലാ എണ്ണത്തിനും അത് പകുതി മതിയാ. അതല്ല ഇത് ഫാഷൻ ഷോയ്ക്ക് ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ സ്റ്റേജിന്റെ സൈഡിലേക്ക് വരേണ്ടതാണ്. എന്റെ ഫോണ് താഴെ വീണടാ. അതിന്റെ റേഞ്ച് പിന്നെ
നെക്സ്റ്റ് പ്രോഗ്രാം ഫാഷൻ ഷോ ആണ്. ഫാഷൻ ഷോയ്ക്ക് റെഡി ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞു മക്കൾ സ്റ്റേജിന്റെ സൈഡിലേക്ക് എത്തേണ്ടതാണ്. സിൻഡ്രല്ലയായി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് UKG-യിലെ ആൻഡ്രിയ. പോയാ
Thank you guys for your best performance. ഇതോടുകൂടി സെന്റ് തോമസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിന്റെ വാർഷികാഘോഷം അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് നോട്ട് ദ അഡ്വർടൈസ്മെന്റ്. 2025-26 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബസ് സർവീസ് അവൈലബിൾ ആണ്. ആനുവൽ ഫീ 7,500 രൂപ. അഡ്മിഷനായി നമ്മുടെ സ്കൂൾ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. താങ്ക് യു. ഒരിക്കൽ കൂടി ഇവിടെ പരിപാടികൾ ചെയ്ത എല്ലാ കുഞ്ഞുമക്കളെയും നന്ദിയോടുകൂടിയാണ് അവരെ ഒരുക്കി ഇത്രയും നേരം അവർക്ക് വേണ്ടി സപ്പോർട്ടായി കൂടെ നിന്ന പാരൻസിനും അധ്യാപകർക്കും അങ്ങനെ ഡാൻസ് ടീച്ചേഴ്സിനും നല്ലവരായിട്ടുള്ളവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലും നൽകുന്നുണ്ട്. സൗണ്ട് ശിഖാന നന്ദിയോടുകൂടി ഓർക്കുകയാണ്.